സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഒരു ഫയലിൻ്റെയോ ഫോൾഡറിൻ്റെയോ പേര് മാറ്റാൻ സഹായിക്കുന്ന കീബോർഡ് കീ. ഒരു ഫയലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫോൾഡറിൻ്റെയോ ഒക്കെ പേര് മാറ്റാനായിട്ട് സഹായിക്കുന്ന കീബോർഡിലെ കീ ഏതാണ്? F2 ആണ്. F2. ഒരു യൂസറിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ലോഗിൻ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ. ഒരു യൂസറിൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ ലോഗിൻ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് പാസ്വേഡ് സ്നിഫർ. പാസ്വേഡ് സ്നിഫർ. ARPANET-ൽ ബാധിച്ച ആദ്യത്തെ വൈറസ്. ARPANET-ൽ ബാധിച്ച ആദ്യത്തെ വൈറസ് ആണ് ക്രീപ്പർ. വൈറസിന്റെ പേര് ക്രീപ്പർ. ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് ആണ്. പീറ്റർ മെർഹോൾസ്. ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ്. കമ്പ്യൂട്ടർ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവാക് എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. പ്രോം എന്നതിൻ്റെ പൂർണ്ണരൂപം PROM. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോം എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നത്. പോപ്പ് POP എന്നതിൻ്റെ പൂർണ്ണരൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്നാണ്. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. പോപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 2 ആണ്. ഡിസംബർ 2 ആണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന ഭാഗങ്ങളെ എന്ത് പറയുന്നു? ഹാർഡ്വെയർ എന്ന് പറയുന്നു. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണാനും അതുപോലെ സ്പർശിക്കാനും ഒക്കെ സാധിക്കുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയർസ്. ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം. ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം. സ്ഥിരമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറിയാണ് ROM. റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി സ്ഥിരമാണ്, അതുപോലെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയില്ല. സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രവർത്തനക്ഷമമാക്കുന്നത് ഏത് മെമ്മറിയുടെ നിർദ്ദേശങ്ങളുടെ സഹായത്താലാണ്? കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രവർത്തനക്ഷമമാക്കുന്നത് ഏത് മെമ്മറിയുടെ നിർദ്ദേശങ്ങളുടെ സഹായത്താലാണ്? റോമിൻ്റെതാണ്. റോം റീഡ് ഓൺലി മെമ്മറിയുടെ സഹായത്താലാണ്. കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ്. ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ് കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിവ. കേരളത്തിൽ ആദ്യം കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യം കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കൊച്ചി. കമ്പ്യൂട്ടറിലെ 2 തരം മെമ്മറികൾ ഏതെല്ലാം? കമ്പ്യൂട്ടറിൽ 2 തരം മെമ്മറികൾ റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയുമാണ് കമ്പ്യൂട്ടറിലെ 2 തരം മെമ്മറികൾ. ക്രിയകൾ നടത്തുക, നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക എന്നിവയെല്ലാം ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമേത്? ക്രിയകൾ നടത്തുക, നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക എന്നിവയെല്ലാം ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമാണ് പ്രോസസർ. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവത്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവത്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന വനിത ആര്? അഗസ്റ്റ അഡാക്കിംഗ് ആണ്. അഗസ്റ്റ അഡാക്കിംഗ് ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന വനിത. അഗസ്റ്റ അഡാക്കിംഗ്. ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏത്? ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് വിവാഹ്. ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് വിവാഹ്. ICയുടെ പൂർണ്ണരൂപം എന്താണ്? ICയുടെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നതാണ് ICയുടെ പൂർണ്ണരൂപം. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഏത്?
ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ് വിക്കിപീഡിയ. ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ് വിക്കിപീഡിയ. ജിമ്മി വെയിൽസ്, ലാറി സാങ്ങർ എന്നിവർ ചേർന്ന് വിക്കിപീഡിയ പദ്ധതിക്ക് തുടക്കമിട്ടതെന്നും 2001 ജനുവരി 15-നാണ്. 2001 ജനുവരി 15-നാണ് ജിമ്മി വെയിൽസ്, ലാറി സാങ്ങർ എന്നിവർ ചേർന്ന് വിക്കിപീഡിയയ്ക്ക് തുടക്കമിട്ടത്. 2001 ജനുവരി 15. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയെയും അവ നൽകുന്ന വിവിധങ്ങളായ സൗകര്യങ്ങളെയും പൊതുവായിട്ട് പറയുന്നത് എന്താണ്? ഇന്റർനെറ്റ് എന്നാണ്. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയെയും അവ നൽകുന്ന വിവിധങ്ങളായ സൗകര്യങ്ങളെയും പൊതുവായിട്ട് പറയുന്നത് ഇന്റർനെറ്റ്. കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളുടെ സഹായത്തോടെയാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സോഫ്റ്റ്വെയറുകൾ എന്നാണ്. കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളുടെ സഹായത്തോടെയാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് സോഫ്റ്റ്വെയറുകൾ. പലതരം വിവരങ്ങൾ വിവിധ പേജുകളിലായി വിന്യസിച്ച് പരസ്പരം ബന്ധിച്ച വെബ് പേജുകളുടെ കൂട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? വെബ്സൈറ്റുകൾ. പലതരം വിവരങ്ങൾ വിവിധ പേജുകളിലായിട്ട് വിന്യസിച്ച് പരസ്പരം ബന്ധിപ്പിച്ച വെബ് പേജുകളുടെ കൂട്ടമാണ് വെബ്സൈറ്റുകൾ. ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നത് വെബ് ബ്രൗസറുകളാണ്. വെബ് ബ്രൗസറുകൾ. ബൈ ഗ്ലോബ് ഏത് രാജ്യത്തെ പ്രധാന സെർച്ച് എഞ്ചിനാണ്? ബൈ ഗ്ലോബ്. ജപ്പാനിലെയാണ്. ജപ്പാൻ. ആപ്പിൾ കമ്പനി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആപ്പിൾ കമ്പനി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക്കോസ്. മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് OS. ഔദ്യോഗികമോ അധികാരികമോ ആയ വെബ്സൈറ്റുകൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തി സൈബർ സ്ക്വാട്ടിംഗ്. ഔദ്യോഗികമോ അധികാരികമോ ആയ വെബ്സൈറ്റുകൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് അറിയപ്പെടുന്നത്. സൈബർ സ്ക്വാട്ടിംഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിംഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിംഗ്. പേഴ്സണൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകമാണ് കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം മെഷീൻ എന്നത്. ടെഡ് നെൽസന്റെ കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം മെഷീൻ എന്നതാണ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം. സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ലിനക്സിന്റെ ലോഗോ ടക്സ് എന്ന പെൻഗ്വിനാണ് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ലിനക്സിന്റെ ലോഗോ. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ 1. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ്? ഓസ്ബോൺ 1. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷൂഗാർട്ട്. മൗസിന്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് എൻകൽബർട്ട്. മൗസിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡഗ്ലസ് എൻകൽബർട്ട്. ബ്ലോഗുകൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് വെബ് ലോഗ് എന്നാണ്. വെബ് ലോഗ്. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റേ ടോംലിൻസൺ ആണ് ഇമെയിലിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. റേ ടോംലിൻസൺ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൂലകം. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കൺ. ഒരു യൂസറിന്റെ ഡേറ്റയും ഫയലുകളും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്.
വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കുന്ന പ്രത്യേക പേജുകളാണ് വെബ് പേജ്. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ തയ്യാറാക്കുന്ന പ്രത്യേക പേജുകളാണ് വെബ് പേജ്. നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് TCP/IP പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP/IP. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ആദ്യത്തെ മൈക്രോ പ്രോസസർ ഇന്റൽ 4004 ആണ്. 4004 ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസർ. പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. SMPS എന്നാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. SMPS സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഇന്ത്യയിൽ ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ബാങ്കാണ് HDFC ബാങ്ക്. അവസാനത്തെ ചോദ്യം, ടെലിഫോൺ OFC ഒപ്റ്റിക്കൽ ഫൈബർ ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരം കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. ടെലിഫോൺ ലൈൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലൈനുകളിൽ കൂടി കമ്പ്യൂട്ടറുകൾക്ക് വിവരം കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.